ഹായ് കൂട്ടുകാരെ, നിങ്ങളെല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് കരുതുന്നു. നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. വൈകുന്നേരം ആയപ്പോൾ ഞാൻ കാര്യമായിട്ട് മേക്കപ്പ് ഒക്കെ ഇങ്ങനെ അടിച്ച് മുഖത്ത് കയറ്റിക്കൊണ്ടിരിക്കുകയാണ്. എന്നാൽ അധികം മേക്കപ്പ് ഒന്നുമില്ല കേട്ടോ. അത്യാവശ്യം മേക്കപ്പ് ഇട്ട് ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഞങ്ങളിപ്പോൾ ലണ്ടനിലാണ്, നിബു ബ്രോയുടെ വീട്ടിലാണ് ഞങ്ങളിവിടെ വന്നേക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പ്രിൻസ് ഫുഡിൻ്റെ ഓണർ പീറ്റർ ഏട്ടൻ്റെ ഇളയ മകൻ ഐസക്കിൻ്റെ 21st ബർത്ത്ഡേ ആണ്. അപ്പോൾ നമ്മളെ ഇൻവൈറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതിൻ്റെ വെന്യൂ എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹെയ്സിലെ ആരോമയിലായിരുന്നു. നിങ്ങൾക്കിവിടെ കയറി വരുമ്പോൾ ആംബിയൻസ് കാണുമ്പോഴും മനസ്സിലാവും കിടക്കാഴ്ചയായിട്ടുണ്ട്. ഞങ്ങളുടെ വരവ് കണ്ടു കഴിഞ്ഞാൽ ഞങ്ങളുടെ വെഡ്ഡിങ് റിസപ്ഷൻ ആണെന്നുള്ള രീതിയിലാണ് ഞങ്ങളുടെ വരവ്. നോക്കി എന്ത് ഭംഗിയാന്ന് നോക്കിയേ, സൂപ്പർ ഡ്യൂപ്പറായിരുന്നു കേട്ടോ. ഞങ്ങൾക്ക് ഒരുപാട് പേരെ പുതിയതായിട്ട് പരിചയപ്പെടാൻ പറ്റി. നമ്മുടെ ഡോണയും നിബു ഇരിക്കുന്നു. ഇതിലെ കുറച്ച് പേരെയൊക്കെ നമ്മുടെ വീഡിയോയിലൂടെയൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. എന്നാലും കൂടുതലും പേര് ഞങ്ങൾക്ക് ന്യൂ ആയിരുന്നു കേട്ടോ. അവിടെ പുതിയ മുഖങ്ങൾ കാണാൻ പറ്റും. നമ്മുടെ പിള്ളേർ സെറ്റുകൾ എല്ലാവരും തന്നെ ഇവിടെ നിരന്നിരിക്കുന്നത് നിങ്ങൾ കണ്ടില്ലേ. ടേബിൾ ഡെക്കറേഷൻസ് ഒക്കെ സൂപ്പർ പൊളിയായിരുന്നു. ഇവർ തന്നെയാണ് എല്ലാ ഡെക്കറേഷൻസും ചെയ്യുന്നത്. അപ്പോൾ എന്തായാലും നമുക്ക് ഇവിടുത്തെ വിശേഷങ്ങൾ കാണാം. പറ്റുന്ന പോലെയൊക്കെ ഷൂട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ വന്ന് പിള്ളേർ സെറ്റുകൾക്കെല്ലാം ഒരുമിച്ചിരിക്കാനാണ് ഇഷ്ടം. എല്ലാവരും അവരുടെ കൂട്ടുകാരൊക്കെ കൂടി എല്ലാവരും കൂടെ തേണ്ടു ഒരുമിച്ചിരിക്കുന്നു. നമ്മൾ വലിയവരുടെ സെറ്റുകൾ എല്ലാവരും തേണ്ടു മാറിയിരിക്കുന്നു. ഞാൻ എന്തായാലും ബർത്ത്ഡേ ബോയ് ഒക്കെ ഞാൻ കാണിച്ചു തരുന്നതായിരിക്കും കേട്ടോ. ഇപ്പോൾ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും പരിചയപ്പെടുന്ന തിരക്കിലും കേക്ക് കട്ടിങ്ങിന് വേണ്ടിയൊക്കെ ഉള്ളൊരു വെയിറ്റിംഗ് ആണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. നോക്കിക്കേ, ഞാനിട്ടേക്കുന്ന ചുരിദാർ എങ്ങനെയുണ്ട്? നമ്മുടെ ഷോപ്പിൽ ഇത് അവൈലബിൾ ആയിരുന്നു കേട്ടോ. നമ്മുടെ റോസ് സെലക്ഷൻസ്. ആർക്കെങ്കിലും വേണമെങ്കിൽ ഇത് തീർന്നു പോയി കേട്ടോ. എന്തായാലും ഞാൻ ഭയങ്കര ഹാപ്പി ആയിരുന്നു. ആപ്റ്റായിട്ടുള്ള ഡ്രസ്സ്. ഇവിടെ 21st ബർത്ത്ഡേ എന്ന് പറയുമ്പോൾ എല്ലാവരും ബ്ലാക്കാണ് ഇടാറുള്ളത് കേട്ടോ. സുരേഷും കിടക്കിനായിട്ട് ബ്ലാക്ക് ഇട്ടുകൊണ്ട് വന്നിട്ടുണ്ട്. നമ്മുടെ ടേബിൾ ഡെക്കറേഷൻ ഒരു രക്ഷയില്ലായിരുന്നു. ആ 21 എന്നുള്ള നമ്പറാണ് ആ ടേബിൾ എല്ലായിടത്തും വെതറി ഇട്ടേക്കുന്നത്. ഈ ഇരിക്കുന്ന സുന്ദരനെ സുന്ദരിയെ നിങ്ങൾക്ക് അറിയാമോ? ഇത് നമ്മുടെ ചക്കാലക്ക ഫിലിംസിൻ്റെ ഓണർ ജോസ് ചക്കാലക്കലാണ് കേട്ടോ. മനോഹരം എന്ന മനോഹരമായ മൂവിയുടെ പ്രൊഡ്യൂസറാണ് കേട്ടോ. ഇതുകൂടാതെ വേറെ മൂവീസും ഒക്കെ ജോസ് ചെയ്തിട്ടുള്ളതാണ്. കേക്ക് കട്ടിങ്ങിനായിട്ട് നമ്മൾ വെയിറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. പക്ഷേ ഒരുപാട് പേര് ഇനിയും വരാനുണ്ടായിരുന്നുകൊണ്ടാന്ന് തോന്നുന്നു കുറച്ചുകൂടി ഡിലേ ചെയ്തു. ഉടനെ ഫുഡ് അവിടെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. നമ്മളെന്തായാലും ഡ്രിങ്കിൽ ഇവിടെ തുടങ്ങിയിരിക്കുകയാണ്. അവിടെ ആൽക്കഹോൾ എന്തോരം വേണേലും കുടിക്കാം, എന്ത് വേണേലും. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഈ ഒരു ഡ്രിങ്ക് ആയിരുന്നു. സൂപ്പറായിരുന്നു. മാംഗോ ആയിരുന്നു, പക്ഷേ നല്ല രസമുണ്ടായിരുന്നു. പ്രത്യേകിച്ച് നമ്മൾ വേറെ എവിടെയെങ്കിലും പോയിരുന്ന് കുടിക്കുന്ന സമയത്ത് നമുക്ക് ഒന്നുകൂടെ ടേസ്റ്റ് തോന്നുന്നു. അപ്പോൾ ഞങ്ങളെല്ലാവരും എൻജോയ് ചെയ്ത് ഫുഡൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ഡ്രിങ്ക് കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ സ്റ്റാർട്ടർ എത്തിയിട്ടുണ്ട്. എൻ്റെ പൊന്നെ സൂപ്പറായിരുന്നു. എന്തെല്ലാം വെറൈറ്റീസാണെന്ന് ഞങ്ങൾക്ക് തന്നെ അറിയത്തില്ല. എന്തായാലും പീറ്റർ ഏട്ടൻ മോൻ്റെ ബർത്ത്ഡേ അങ്ങ് തകർത്തു. അടിപൊളി ഫുഡായിരുന്നു. എല്ലാവർക്കും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഈ സ്റ്റാർട്ടർ മുഴുവൻ കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ വയറ്റിലോട്ട് പിന്നെ ഒന്നും പോകത്തില്ല. ഇനിയിപ്പോൾ മെയിൻ കിടക്കുന്നു, എന്തെല്ലാം ഉണ്ട് ഡിസേർട്ട്, അങ്ങനെ എല്ലാം കൂടെ വരുമ്പോഴേക്ക് കഴിക്കാൻ വയറിലാണ്. മാക്സിമം ഞാൻ ഇടയൊക്കെ ഉണ്ടാക്കിക്കൊണ്ടാണ് കഴിക്കുന്നത്. എന്തായാലും ഒരുപാട് ഇഷ്ടപ്പെട്ടു. ഫുഡ് സൂപ്പർ, ഒന്നും പറയാൻ വാക്കുകളില്ല. അടിച്ചു പൊളിക്കുന്നു. ഇതാണ് നമ്മുടെ സ്വന്തം പീറ്റർ ഏട്ടൻ്റെ ചേച്ചി, അത് മോൻ റോയി. ഇനി 2 പേരോടുണ്ട്. അവരെ കാണുമ്പോൾ ഞാൻ പരിചയപ്പെടുത്താം കേട്ടോ. ആഹാ, വന്നല്ല വനമാല. നമ്മുടെ സുനിതയുടെ സുന്ദരം കേക്കുമായിട്ട് വന്നിട്ടുണ്ട്. നമ്മുടെ പ്രിൻസ് ഫുഡിൻ്റെ കേക്ക് തന്നെയാണ് കേട്ടോ. ഈ പ്രിൻസ് ഫുഡിൻ്റെ കേക്ക് തന്നെയായിരുന്നു നമ്മുടെ ക്രിസ്മസിന് നമ്മൾ കൊടുത്തുകൊണ്ടിരുന്ന ഗിഫ്റ്റായിട്ട് കേട്ടോ. സൂപ്പർ കേക്കാണ് എന്തായാലും. നമ്മുടെ സ്റ്റാർട്ടറൊക്കെ ഏകദേശം ഫിനിഷായി വന്നപ്പോഴേക്ക് അവിടുത്തെ കേക്ക് കട്ടിങ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കേക്ക് കട്ടിങ് കണ്ടാലോ? Literally means he will love. And in the Old Testament, Isaac lived up to 180 years old. So tonight, 4, 3, 2, 1. Get your damn hands up. Go get your damn hands up. That's the end. Thank you everybody for coming. Making a very special night for me. It's lovely to see all my friends and family. It is a very special night for me, so thank you once again. Yeah, let's kill our team. Someone give it to, someone give it to, someone give it to our girls. 5 million and 40 watts, this our team. Well, I'm on the way to turn cold. I wanna be keeping you warm. I got the right temperature for shelter you from the storm. Hold on, girl, I got the right tactics to turn you on. And girl, I'm a minute papa, you can read them all.
കേക്ക് കട്ടിങ് കഴിഞ്ഞപ്പോൾ എന്തേണ്ട് മെയിൻ കോഴ്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. എല്ലാവരും ആസ്വദിച്ച് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. പേരുകളൊക്കെ ഞാൻ മറന്നുപോയി. ഒരുപാട് വെറൈറ്റീസ് ആയിരുന്നു. അപ്പോൾ എന്തായാലും ഞങ്ങളെല്ലാവരും നന്നായിട്ട് തന്നെ എൻജോയ് ചെയ്ത് കഴിച്ചു കേട്ടോ. എനിക്ക് എല്ലാത്തിൽ നിന്നും കുറച്ച് വിധം ടേസ്റ്റ് ചെയ്യാൻ ഭയങ്കര ഇഷ്ടമായിരുന്നു. എന്നാലും ഫുഡെല്ലാം സൂപ്പറായിരുന്നു. അവിടുത്തെ ഡെക്കറേഷൻസ് എല്ലാം അടിപൊളി, ഒന്നും പറയാൻ വാക്കുള്ള കിടുക്കാഴ്ചയാണ്. ഏത് പരിപാടികൾക്കും അവിടെ നമ്മൾ ബുക്ക് ചെയ്യുകയാണെങ്കിൽ സൂപ്പർ ഡ്യൂപ്പർ ആയിരിക്കും. കുറച്ച് എക്സ്പെൻസീവ് ആയിരിക്കും, എന്നാലും അടിപൊളിയായിട്ടുണ്ട്. എന്തായാലും പീറ്റർ ഏട്ടനും ചേച്ചിയും ഞങ്ങളുടെ കൂടെ ആയിരുന്നു എന്തായാലും ഫുഡ് കഴിച്ചത്. അല്ല, ഞങ്ങൾ ഫുഡെല്ലാം കഴിച്ച് കഴിഞ്ഞപ്പോഴേക്കും ഒരു ഫോട്ടോ സെക്ഷൻ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ പറ്റുന്ന പോലെ ഞങ്ങളെല്ലാവരും പോയി നിന്ന് ഫോട്ടോ എടുത്തു. പക്ഷേ അവിടുത്തെ ലൈറ്റിങ്ങും ഒരു സ്ഥലത്ത് ഡാൻസും കാര്യങ്ങളൊക്കെ നടക്കുന്നതുകൊണ്ട് തന്നെ നമ്മൾ ഫോട്ടോ എടുക്കുമ്പോൾ അത്ര ക്ലിയർ ആയിരുന്നില്ല. എന്നാലും ഞങ്ങൾ ഫോട്ടോസൊക്കെ എടുത്തു, വളരെ സന്തോഷം. അതിനുശേഷം അവിടെ നല്ല ഡെക്കറേഷൻസ് ആയിരുന്നു, കംപ്ലീറ്റ്ലി എല്ലായിടത്തും നല്ല ഡെക്കറേഷൻസ് ആയിരുന്നു. അപ്പോൾ ഓർത്തെന്നാൽ പിന്നെ 2-3 ഫോട്ടോസ് കൂടെ ഒക്കെ ഇന്ന് എടുത്താലോ. ഞങ്ങളത് വെർത്താക്കി. എനിക്കൊന്ന് ഞങ്ങളാന്ന് തോന്നുന്നു കൂടുതലും അത് വെർത്താക്കിയത്. കാരണം ആ ഡെക്കറേഷൻസ് എല്ലാം അവിടെ പോയി നിന്ന് ഞങ്ങൾ ഫോട്ടോസൊക്കെ എടുത്തു. ഇതൊക്കെയായിരുന്നു നമ്മുടെ ക്രിസ്മസിനും ഒക്കെ ആയിട്ട് നമ്മൾ ഇട്ടിരുന്നത് കേട്ടോ. വിഷസൊക്കെ അറിയിക്കാൻ വേണ്ടി ഇട്ടിരുന്ന പിക്ചേഴ്സ് ഇതായിരുന്നു. ഇത് ഞങ്ങളുടെ നിബുബ്രോയുടെ മോളാണ് കേട്ടോ, ഞങ്ങളുടെ ഐറീൻ കുട്ടി. അവൾ ശരിക്കും പൊന്നുമണിയെ പോലെ തന്നെയാണ് ഇരിക്കുന്നത്. അവസാനമായിട്ട് കലാശക്കൊട്ടായിട്ട് അവിടെ ഡാൻസ് തുറന്നുകൊണ്ടേയിരുന്നു. കുറേ നേരം ഉണ്ടായിരുന്നു. അവസാന സമയം കുറേ വൈകിയതുകൊണ്ട് ഞങ്ങൾ എല്ലാവരോടും യാത്ര പറഞ്ഞ് പോരാന്ന് വിചാരിച്ചപ്പോൾ പീറ്ററേട്ടനോടും ചേച്ചിയോടും ഒക്കെ ഞങ്ങൾ യാത്ര പറഞ്ഞ് ഞങ്ങൾ അവിടുന്ന് പോരുകയാണ്. എന്തായാലും നമുക്കവിടെ പരിപാടി പങ്കെടുക്കാൻ പറ്റിയില്ലൊക്കെ ഒരുപാട് സന്തോഷം. ഞങ്ങളെ ഇൻവൈറ്റ് ചെയ്തതിന് ചേട്ടാ ചേച്ചി വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഒരുപാട് സന്തോഷം. അപ്പോൾ എന്തായാലും നമുക്ക് വീണ്ടും താമസിക്കാൻ തന്നെ കാണാൻ പറ്റുമെന്ന് വിശ്വസിക്കുന്നു. നമ്മുടെ ബർത്ത്ഡേ ബോയ് ഐസക്കിന് വീണ്ടും അഭിനന്ദനങ്ങൾ. അതുപോലെ തന്നെ അവിടെ വന്ന് പരിചയപ്പെടാൻ പറ്റിയ പുതിയതും അതുപോലെ തന്നെ നമ്മുടെ ഫോളോവേഴ്സ് കുറച്ച് പേരുണ്ടെന്ന് അവരെയൊക്കെ പരിചയപ്പെടാൻ പറ്റിയ എല്ലാവരോടും ഇക്കൂട്ടത്തിൽ നന്ദി അറിയിക്കുന്നു. നമുക്ക് എന്തായാലും സന്തോഷത്തോടെ ഇവിടുന്ന് പിരിയാം. നമുക്ക് വീണ്ടും നല്ല വിശേഷങ്ങളുമായിട്ട് അടുത്ത വീഡിയോ കാണാം. ഇന്നത്തെ വീഡിയോ എൻജോയ് ചെയ്ത് തന്നെ കരുതട്ടെ. അപ്പോൾ എല്ലാവരും ടേക്ക് കെയർ. താങ്ക് യു സോ മച്ച്. ബൈ.